ഹലോ ഫ്രണ്ട്സ്, ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയറുമായിട്ട് ബന്ധപ്പെട്ട പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് സംശയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ പോസ്റ്റിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്ന് നമ്മളോട് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുകയാണ്. അപ്പം RRB ജൂനിയർ എഞ്ചിനീയറുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഇതായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള ഒരു നോട്ടീസ്. അതായത് നമുക്കറിയാം ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് RRBയുടെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പ്രകാരം ഇപ്പം ജൂലൈ മാസത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. 30/7/2024 ഈ നോട്ടിഫിക്കേഷൻ നിലവിൽ വരുന്നതും അത് പ്രകാരം നിങ്ങൾക്ക് ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന 30-ാം തീയതി മുതലാണ്. അപ്പം 29/8/2024 അതായത് ഓഗസ്റ്റ് 29 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്, അതുപോലെ ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് RRB ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ 2018 വന്നിരുന്നത്. അന്ന് 18 മുതൽ 33 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കായിരുന്നു ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു 3 വർഷത്തെ വയസ്സുള്ളവരും കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കോവിഡ് പാൻഡമിക്കിൻ്റെ ഒക്കെ സിറ്റുവേഷൻ കാരണമാണ് ഇങ്ങനെ ഒരു ഏജ് റിലാക്സേഷൻ നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധി ഉള്ളവർക്കും അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറീസിനും അതത് ഏജ് റിലാക്സേഷനും, അതായത് SC/ST കാൻഡിഡേറ്റ്സിനും 5 വർഷവും അതുപോലെ OBC കാൻഡിഡേറ്റ്സിനും 3 വർഷവും പിന്നെ എക്സ് സർവീസ്മാന് അതത് ഏജ് റിലാക്സേഷനും ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം RRB ജൂനിയർ എഞ്ചിനീയറിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നമുക്ക് 4 ആയിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. CBT 1 എന്ന് പറയുന്ന ഒരു ഘട്ടം, CBT 2 എന്ന് പറയുന്ന അടുത്ത ഒരു ഘട്ടം, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷൻ, അങ്ങനെ 4 ആയിട്ട് വേണമെങ്കിൽ നമുക്ക് RRB ജൂനിയർ എഞ്ചിനീയറിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഈ CBT 1 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജ് ആണ് ഈ പോസ്റ്റിലോട്ടുള്ള ഒരു എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം CBT 1 എന്ന് പറഞ്ഞ ഒരു ക്വാളിഫൈങ് നേച്ചറാണ്. നമുക്കറിയാം പ്രിലിമിനറി അതുപോലെ മെയിൻസ് ഘട്ടങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു പ്രിലിമിനറി അല്ലെങ്കിൽ ഒരു എൻട്രി കേഡർ അല്ലെങ്കിൽ ഒരു എൻട്രി ഘട്ടമാണ് ഈ പറഞ്ഞ CBT 1 എന്ന് പറയുന്നത്. അപ്പോൾ CBT 1 നിങ്ങൾ നിശ്ചിത കട്ട് ഓഫ് മാർക്ക് വാങ്ങി ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് CBT 2 അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഫൈനൽ നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് ഒക്കെ വരുന്നത് ഈ CBT 2 നിങ്ങൾക്ക് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. അപ്പോൾ CBT 1 മാർക്ക് കൺസിഡർ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യില്ല, ജസ്റ്റ് അതൊരു ക്വാളിഫൈങ് നേച്ചർ മാത്രമാണ്. ഓക്കെ, അതിനുശേഷം CBT 2 നിങ്ങൾ ക്ലിയർ ചെയ്തതിനു ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ശേഷം മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ CBT 2 നിങ്ങൾ പെർഫോം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഒക്കെ നിർണ്ണയിക്കുന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി നമുക്ക് ആർക്കൊക്കെ ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാം എന്ന് നോക്കാം. നമുക്ക് ഇതിനെ ഒരു 4 എക്സാം ഗ്രൂപ്പായിട്ട് ആണ് RRB ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് വരുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പും, ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, പിന്നെ സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതിലെ എക്സാം ഗ്രൂപ്പിൽ വരുന്ന പ്രധാനപ്പെട്ട സ്ട്രീമുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൽ വരുന്ന സ്ട്രീമുകളാണ് ഒന്നെങ്കിൽ നിങ്ങൾ 3 വർഷത്തെ ഡിപ്ലോമ, അതായത് ഇപ്പം പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ടൂൾ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞ സ്ട്രീമുകളിൽ ഏതെങ്കിലും ഒന്ന് 3 വർഷ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് യോഗ്യത, ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെ നിങ്ങൾക്ക് ആ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന എക്സാം ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഈ പറഞ്ഞ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാറ്റഗറീസിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പറഞ്ഞ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. അടുത്ത നമുക്ക് ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എക്സാം ഗ്രൂപ്പിൽ വരുന്ന മറ്റ് കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ സബ്ജക്റ്റ് എടുത്തുകൊണ്ടാണ് നിങ്ങൾ 3 വർഷം ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ തീർച്ചയായും സാധിക്കുന്നതാണ്. അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അതുപോലെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടർ സയൻസ്, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിലാണ് ഡിപ്ലോമ അല്ല കമ്പ്യൂട്ടർ സയൻസിൽ ഏതെങ്കിലും സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഡിപ്ലോമ എങ്കിൽ നിങ്ങൾ ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ എക്സാം ഗ്രൂപ്പിൻ്റെ അണ്ടറിലായിരിക്കും വരുന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ IT തുടങ്ങിയ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ബിടെക്കോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എക്സാം ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് RRB ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗുകാർക്കും ഈ പറഞ്ഞ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നമ്മൾ ലാസ്റ്റ് ALPയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്ന സമയത്ത് ഇപ്പോൾ ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പറഞ്ഞ പോസ്റ്റിലോട്ട് സിവിൽ എഞ്ചിനീയർക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ ജൂനിയർ എഞ്ചിനീയർ പറഞ്ഞ ഈ തസ്തികയിലേക്ക് സിവിലിൻ്റെ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
ഇനി നമുക്ക് ഓരോ ഘട്ടത്തെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ CBT 1 എന്ന് പറയുന്ന ഈ സ്റ്റേജാണ് ഈ ഒരു പോസ്റ്റിൻ്റെ എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ജസ്റ്റ് ഒരു സ്ക്രീനിങ് നേച്ചർ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈങ് നേച്ചർ മാത്രമാണ്. ഇവിടെ 90 മിനിറ്റ് ആയിരിക്കും ഈ ഒരു എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ഈ CBT എന്ന് പറയുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. പൂർണ്ണമായും കമ്പ്യൂട്ടറിലായിരിക്കും നിങ്ങൾ ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അപ്പം ഇവിടെ 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് ഇതിൻ്റെ സിലബസ് ബേസിക് ആയിട്ട് ഐഡിയ നിങ്ങൾക്ക് ഞാൻ തരാം. ഇവിടെ വരുന്നത് മാത്തമാറ്റിക്സിൽ നിന്നും 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം 30 മാർക്കായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്നും 25 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടാവും. ജനറൽ അവയർനെസ്സിൽ നിന്നും 15 മാർക്കിനുള്ള ചോദ്യങ്ങളും ജനറൽ സയൻസിൽ നിന്നും 30 മാർക്കിനുള്ള ചോദ്യങ്ങൾ, അങ്ങനെ 100 മാർക്സിനാണ് ഇവിടെ എക്സാം വരിക. ഡ്യൂറേഷൻ വരുന്നത് 90 മിനിറ്റ്സ് ആണ്. അപ്പം നമുക്കറിയാം എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടം തന്നെയാണ് ഈ CBT 1 എന്ന് പറയുക. കാര്യം നിങ്ങൾ ജനറൽ അവയർനെസ്സും അതുപോലെ ജനറൽ സയൻസിലെ കുറേ സബ്ജക്റ്റുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. എന്നിരുന്നാലും ജനറൽ സബ്ജക്ട്സ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ്സിൽ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് വീക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ എവിടെയാണോ വീക്ക് ആ ഏരിയയ്ക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്തിട്ട് ആ ഒരു ഏരിയയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുമാത്രമല്ല ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് വരുന്നത് മാത്തമാറ്റിക്സിലും ജനറൽ സയൻസിലുമാണ്. അപ്പോൾ അതിനും വേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ പ്രിപ്പറേഷനുമായിട്ട് മുൻപോട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ CBT 1 നിങ്ങൾ നിശ്ചിത മാർക്ക് വാങ്ങിച്ച് നിങ്ങൾ അത് ക്വാളിഫൈ ആയതിനു ശേഷം ഒരു 1.5 അല്ലെങ്കിൽ ഒരു 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ CBT 2 എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അതിൻ്റെ ഒരു സിലബസ് ഒക്കെ എങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ CBT 2 വരുന്നത് 120 മിനിറ്റ് ആണ്. അതായത് 2 മണിക്കൂറാണ് CBT 2ൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അതുപോലെ 150 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മറ്റേടത്ത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അതായത് CBT 1 100 മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 150 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ജനറൽ അവയർനെസ്സിന് ഇവിടെ 15 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പം ഓരോ മാർക്ക് വീതം 15 മാർക്കായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക. അതുപോലെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നമ്മൾ CBT 1 അപ്പോൾ ഈ ജനറൽ അവയർനെസ് അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഇതെല്ലാം നമ്മൾ CBT 1 വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് CBT 2 നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തന്നെ ആയിരിക്കും. അപ്പം ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്ക് 15 മാർക്കാണ് ഇവിടെ ഉണ്ടാവുക. അതുപോലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് 10 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടാവും. അതുപോലെ ബേസിക്സ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, നമുക്കറിയാം ഒരുപാട് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം അത് 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ അവിടെ നിന്നും ഉണ്ടാവും. അതായത് ടെക്നിക്കൽ എബിലിറ്റീസ് ആണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഏരിയ. അതായത് നിങ്ങൾ ഏത് സ്ട്രീമാണോ സെലക്ട് ചെയ്തത് ആ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് 100 മാർക്സിൻ്റെ ടെക്നിക്കൽ എബിലിറ്റീസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതാണ് CBT 2 സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബാക്കിയെല്ലാം 50 മാർക്സിനാണ് വരുന്നത്. അതായത് ജനറൽ അവയർനെസ് ആയിക്കോട്ടെ, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആയിക്കോട്ടെ, മറ്റ് സബ്ജക്റ്റുകളെല്ലാം തന്നെ 50 മാർക്കിനായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതുപോലെ ടെക്നിക്കൽ എബിലിറ്റീസിൽ നിന്നും 100 മാർക്കിനുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. അങ്ങനെയാണ് 150 മാർക്കിനുള്ള പരീക്ഷ CBT 2 വരുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, 120 മിനിറ്റ് അല്ലെങ്കിൽ 2 മണിക്കൂറാണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി ഇപ്പം അറിയാൻ നോട്ടിഫിക്കേഷൻ ഉടൻ വരികയാണ്. അപ്പം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 3 മാസം അല്ലെങ്കിൽ ഒരു 3.5 മാസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് CBT 1 എക്സാമും പ്രതീക്ഷിക്കാം. അതിനുശേഷം 1.5 മാസങ്ങൾക്കുള്ളിൽ തന്നെ CBT 2 എക്സാമും തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 2 ഘട്ടങ്ങൾക്കും അതായത് CBT 1 CBT 2 വേണ്ടിയിട്ട് ഒരുമിച്ച് വേണം തയ്യാറെടുക്കാൻ. കാര്യം CBT 2 സംബന്ധിച്ച് ടെക്നിക്കൽ സബ്ജക്ട്സുകൾക്കാണ് പ്രാധാന്യമെങ്കിൽ CBT 1 വരുമ്പോൾ അത് ജനറൽ അവയർനെസ്സും അതുപോലെ മാത്തമാറ്റിക്സിനും ഒക്കെയാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. അപ്പം സോ നിങ്ങൾ ഈ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ബേസ് ചെയ്ത്, കാര്യം അധികം സമയമൊന്നും ഇനി നിങ്ങൾക്കില്ല. കാര്യം ഒരു കേന്ദ്ര സർക്കാർ ജോലിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 35,000 രൂപയിലധികം സാലറി ലഭിക്കുന്ന, നമുക്കറിയാം കേന്ദ്ര സർക്കാർ ജോലികളിൽ ഇപ്പോൾ DA 50%. സോ 50,000 രൂപയിലധികം നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ഇൻ ഹാൻഡിൽ ലഭിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഈ പറഞ്ഞ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല പ്രമോഷൻ സാധ്യതകൾ ഒരുപാടും ലഭിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണിത്. സോ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകേണ്ടതാണ്. നമ്മൾ ഈ സിലബസുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മുടെ ഈ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഇനി വരാൻ പോകുന്ന ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റീവ് ബാച്ച് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. RRB ജൂനിയർ എഞ്ചിനീയർ ഫോക്കസ് ബാച്ച് എന്നാണ് നമ്മുടെ ഈ ബാച്ചിൻ്റെ പേര് വരുന്നത്. നിങ്ങൾക്ക് എക്സാം വരെയും ഗൈഡൻസിനായിട്ട് പേഴ്സണൽ മെൻറ്റർഷിപ്പോട് കൂടിയ ഒരു ബാച്ചാണ് RRB ജൂനിയർ എഞ്ചിനീയർ ഫോക്കസ് ബാച്ച്. നിങ്ങൾക്ക് ഇവിടെ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ ലഭ്യമായിരിക്കും. അത് മാത്രമല്ല നിങ്ങളുടെ പഠന നിലവാരം അളക്കാൻ സഹായിക്കുന്ന അസസ്മെൻറ്റ് ടെസ്റ്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ വീക്ക്ലി ക്ലാസ്സുകൾ കഴിയുന്നതനുസരിച്ചുള്ള വീക്ക്ലി ക്ലാസ്സുകൾ, പിന്നെ മുൻവർഷ ചോദ്യങ്ങൾ അനലൈസ് ചെയ്ത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മോഡൽ ടെസ്റ്റുകളെല്ലാം ഈ കോഴ്സിൻ്റെ ഭാഗമായി
ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ RRB ജൂനിയർ എഞ്ചിനീയർ ഫോക്കസ് ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ മാത്രം മതിയാവും. അപ്പം RRB ജൂനിയർ എഞ്ചിനീയറുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ് വീഡിയോസും അതുപോലുള്ള ഇതുപോലുള്ള അപ്ഡേറ്റ്സുകളും ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.